ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന അമേരിക്ക, ഇസ്രായേൽ, ഇറാൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഗോള സാമ്പത്തിക വിപണിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നടക്കുന്നത് നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാര്യം, ക്രൂഡ് ഓയിലുള്ള വില വ്യത്യാസം. ബാരലിന് കഴിഞ്ഞ 10 ദിവസം മുമ്പ് $67 വില. ഇന്നത് $85 മുതൽ $120 വരെ വില വ്യത്യാസം വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, പാചകവാതക സിലിണ്ടറിൻ്റെ വില കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നമ്മുടെ നാട്ടിലൊക്കെ 60 രൂപയോളം ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന സിലിണ്ടറിൻ്റെ റേറ്റ് കൂടിയിട്ടുണ്ട്. മാത്രമല്ല, യുദ്ധത്തിൻ്റെ കെടുതികൾ സാധാരണക്കാരായ നമ്മളെ ബാധിക്കില്ല എന്നൊക്കെ നമ്മളൊരു ധാരണയാണ്. അത് പശ്ചിമേഷ്യയിൽ നടക്കുന്ന യുദ്ധമല്ലേ, നമുക്ക് ഇവിടെ ഒന്നും ബാധിക്കില്ല എന്നുള്ള ഒരു ധാരണ ഉണ്ട് പൊതുവായിട്ടുള്ള. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. ഉറപ്പായിട്ടും യുദ്ധത്തിൻ്റെ എല്ലാ കെടുതികളും എല്ലാ രാജ്യങ്ങളിലുള്ള സാധാരണക്കാരും അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. കാരണം ഇപ്പോൾ ഇന്ന് ഉണ്ടായൊരു സംഭവം വെച്ചാൽ, നമ്മൾ എറണാകുളം ഓഫീസിലാണുള്ളത്. തൊട്ടപ്പുറത്തൊരു ചായക്കടയിൽ ചായ കുടിക്കാൻ പോയ സമയത്ത് അവിടെ ഗ്യാസ് തീർന്നിരിക്കണം. ഗ്യാസ് കിട്ടാനില്ല. അപ്പോൾ ഒരു വിധത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഇതൊക്കെ സാധാരണക്കാരായ കച്ചവടക്കാരനെയും വീട്ടിലുള്ള ആളുകളെയും എല്ലാവരെയും ഇത് ബാധിക്കുന്നുണ്ട് എന്നുള്ള പ്രകടമായ ഒരു ഉദാഹരണമാണ് അതൊക്കെ.